ഹായ്. അപ്പോൾ നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിലിംസ് എക്സാമിന് ഘട്ടം 4 ചോദിച്ചിരിക്കുന്ന ഭരണഘടനയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് മൊത്തം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 ക്വസ്റ്റ്യൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഞാനൊരു ഫോട്ടോ പോലെ ഇവിടെ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും, അതായത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സും കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പട്ടിക, അതായത് ഭാഗങ്ങൾ, പട്ടികകൾ, അനുച്ഛേദങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അതിൽ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7ാം പട്ടിക എന്താണ് എന്നുള്ളത് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ അതുമായി ഈ ഓപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇതാണ് ഈ ഓപ്ഷന്റെ ആൻസർ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഭാഗം 11 ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഭാഗം എന്ന് പറയുന്നത്. ഭാഗം ഏതാണ്? 11. ഓക്കെ, ഭാഗം 11. അനുച്ഛേദം വരുന്നത് 245 മുതൽ 263 വരെയാണ്. 245 മുതൽ 263 വരെയാണ് ഇതിന്റെ അനുച്ഛേദം വരുന്നത്. ഓക്കെ, ഭാഗം 11 ആണ് വരുന്നത്. പട്ടിക വരുന്നതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 7. ഓക്കെ, അപ്പൊ ഈ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എന്തുണ്ട്? ഓരോ അധികാരങ്ങൾ നമ്മൾ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്രം വന്നിട്ട് ഇടപെടാൻ പറ്റില്ല അല്ലെ. കേന്ദ്രം ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന ഇടപെടാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട് അധികാരം. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന പട്ടികയാണ് പട്ടിക 7, ഭാഗം 11. അനുച്ഛേദം വരുന്നത് 245 മുതൽ 263 വരെയാണ് അതിന്റെ അനുച്ഛേദം വരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന ഭാഗം 11 എല്ലാം ചോദിക്കാം നമുക്ക് കേട്ടോ. 245 മുതൽ 263 വരെയാണ് അനുച്ഛേദം. പട്ടിക 7 ചോദിച്ചിരിക്കുന്നത് പട്ടികയാണ്. ചിലപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഭാഗം 11 തന്നിട്ട് ചോദിക്കാം. ചിലപ്പോൾ ആർട്ടിക്കിൾ ആയിരിക്കും 245 എന്തിനെ കുറിച്ച് പരാമർശിക്കുന്നു എന്നായിരിക്കും ചോദിക്കണത്. ഇതിൽ ഏതാണെന്നുള്ളത് എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ഫാക്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ മാത്രം പഠിച്ചു പോവല്ല വേണ്ടത്. വിവയ്ക്ക് പഠിക്കുമ്പോൾ അതിന് എന്താണ് അതിന്റെ റിലേറ്റഡ് ഫാക്ടും കൂടി നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന്റെ റിലേറ്റഡ് ഫാക്ടർ ആയിരിക്കും നമുക്ക് ചോദിക്കുക. നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു പോകണം. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞല്ലോ, അതായത് അധികാര വിഭജനം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. കേന്ദ്രത്തിന് ഇത് ചെയ്യാം, സംസ്ഥാനങ്ങൾക്ക് ചെയ്യാമെന്നും. ഇത് ഏത് വഴിയാണ് ഇത് വിതരണം ചെയ്തിരിക്കുന്നതെന്ന് അറിയോ? ലിസ്റ്റ് വഴിയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നീ 3 തലത്തിലുള്ള വിതരണം വഴിയാണ് അധികാര വിഭജനം നടത്തിയിട്ടുള്ളത്. യൂണിയൻ ലിസ്റ്റ് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ, സ്റ്റേറ്റ് ലിസ്റ്റ് ഓരോ സ്റ്റേറ്റുകൾക്കുള്ളത്, കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞാൽ മിക്സ്ഡ് ആണ്. ഓക്കെ, ഇനി ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്, അതാണ് 246 വരുന്നത്. നമ്മൾ പറഞ്ഞു 245 എന്താ അനുച്ഛേദം 245 എന്താ ചോദിച്ചാൽ എന്താ പറയാം? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 245 എന്ന് പറയുന്നത്. അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 245. എൻഡ് ചെയ്യണത് 263 ഓക്കെ, അപ്പൊ 245 എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരത്തെ പറ്റി പരാമർശിക്കുന്നു. 246 എന്ന് പറയുന്നത് ഇവർക്ക് അധികാരങ്ങൾ വിതരണം ചെയ്തു കൊടുത്ത ലിസ്റ്റ് വഴിയാണ് അല്ലെ. അപ്പൊ ഈ ലിസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 246 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, 245 പഠിച്ചു, നമ്മളെ 246 പഠിച്ചു. 245 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാര വിഭജനത്തിൽ. ഓക്കെ, മറ്റേത് പറഞ്ഞാൽ ലിസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് 246. ഓക്കെ, 2, 4, 6. ഓക്കെ, അപ്പൊ അത് രണ്ടും നമ്മൾ ഒരു അടുത്തടുത്ത് തന്നെ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിലുള്ള പൊരുത്തക്കേടിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് ഏത്? 2, 5, 4, 254. ഓക്കെ, പൊരുത്തക്കേട്. അതായത് ഇവര് തമ്മിൽ എപ്പോഴും ഒരുപോലെ ഒന്നുമല്ലല്ലോ പോരാ, കുറച്ച് പൊരുത്തക്കേടുകളും ഉണ്ടല്ലോ. അതിനെ കുറിച്ച് പറയുന്നതാണ് 254. മനസ്സിലായോ? ഓക്കെ, ഇത്രയാണ് അനുച്ഛേദങ്ങൾ. പ്രധാനമായിട്ട് നമുക്ക് ഇതിലുമായി റിലേറ്റ് ചെയ്തിട്ട് നോക്കാനുള്ളത് ഈ ഒരു ഭാഗത്തിനെയാണ് കേട്ടോ. മൊത്തം അനുച്ഛേദം അല്ല ഞാൻ പറയുന്നത്, ഈ ഒരു ഭാഗത്തിലാണ്. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 കമ്മീഷന്റെ കാര്യം നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ പറയാനുണ്ട്. അതായത് നമ്മൾ ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് 1983 നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഉണ്ട്. അതാണ് സർക്കാരിയ കമ്മീഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്.
ഓക്കെ. അപ്പൊ എന്താണ് സർക്കാരിയ കമ്മീഷൻ എന്ന് ചോദിച്ചാല് നമ്മുടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാരത്തെ, അതായത് ബന്ധങ്ങളെ കുറിച്ച്, കേന്ദ്രവും സംസ്ഥാനം എങ്ങനെയാണ് ആ ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാന് 1983 വർഷം ഓർമ്മിക്കണം, 1983. ഓക്കെ. അങ്ങനെ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ കമ്മീഷൻ 1983 നിയമിക്കപ്പെട്ടുവെങ്കിലും 1988 റിപ്പോർട്ട് സമർപ്പിച്ചത്. ഓക്കെ, മനസ്സിലായില്ലേ? 83 നിയമിക്കപ്പെട്ടു, 88 റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു കമ്മീഷനെ കൂടി 2007 കേന്ദ്ര സർക്കാർ നിയമിച്ചു. ആ കമ്മീഷന്റെ പേരാണ് മദൻ മോഹൻ പൂഞ്ചി കമ്മീഷൻ. ഓക്കെ, പൂഞ്ചി കമ്മീഷൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ. ഓക്കെ, ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനായി 2007 കേന്ദ്ര സർക്കാർ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് മദൻ മോഹൻ പൂഞ്ചി കമ്മീഷൻ. ഈ കമ്മീഷൻ 2007 നിയമിക്കപ്പെട്ടുവെങ്കിലും 2010 സമർപ്പിച്ചത് റിപ്പോർട്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേരാണ്, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ 2 കമ്മീഷനെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന് സർക്കാരിയ കമ്മീഷനും രണ്ടാമത്തെ പൂഞ്ചി കമ്മീഷൻ, മദൻ മോഹൻ പൂഞ്ചി കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ 1983 നിയമിക്കപ്പെട്ടു. അവര് റിപ്പോർട്ട് സമർപ്പിച്ചത് 5 വർഷം കഴിഞ്ഞ് 1988. 5 വർഷമാണ് ഗ്യാപ്പ്. 1988 റിപ്പോർട്ട് സമർപ്പിച്ചു. 2007 നിയോഗിക്കപ്പെട്ടുള്ള മദൻ മോഹൻ പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എപ്പോഴാണ്? 3 വർഷം കഴിഞ്ഞിട്ട് 2010. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ടർ. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെ കുറിച്ചിട്ട്, അപ്പൊ നമുക്ക് ഇതൊന്നും മനസ്സിലായില്ല, ഇത് ഏത് ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്? 2 കമ്മീഷനാണ് ആക്ച്വലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെ അതെ അതെ. ഒന്ന് സർക്കാരിയ കമ്മീഷനും കൊടുത്തു, പിന്നെ മദൻ മോഹൻ പൂഞ്ചി കമ്മീഷനും കൊടുത്തു അല്ലെ? രണ്ടുപേരും കൊടുത്തത് സെയിം ഇതിന് വേണ്ടിയിട്ടായിരുന്നു, ഈ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ. 2 കമ്മീഷൻ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളൂ. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പിവൈക്യൂല് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ പട്ടിക റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇതില് ലിസ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൽ ചോദിച്ചിട്ടുള്ള കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് 3 അനുച്ഛേദമല്ലേ നമ്മൾ പഠിച്ചത്? 3 അനുച്ഛേദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനുച്ഛേദം സ്റ്റാർട്ട് ചെയ്യുന്നത് 245 മുതൽ 263 വരെയാണ്. നമ്മൾ പറഞ്ഞ 245 എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്തുന്ന അധികാരത്തെ പറ്റി പരാമർശിക്കുന്നത്. 46 ഈ അധികാരങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നത് ലിസ്റ്റ് മുഖേന. ആ ലിസ്റ്റാണ് 246 എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ലിസ്റ്റുകൾ എന്താന്നൊക്കെ ഉണ്ട് കേട്ടോ. കൺകറന്റ് ലിസ്റ്റ് എന്താ, യൂണിയൻ ലിസ്റ്റ് എന്താ, സ്റ്റേറ്റ് ലിസ്റ്റ് എന്താ, അവയുടെ ഉള്ളിൽ വരുന്ന അധികാരങ്ങൾ എന്താന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ SCERT NCERT പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദിക്കും. അതായത് ഈ PYQന്റെ എന്താണ് ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട ടോപ്പിക് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ അതിൽ ഒരു ടോപ്പിക്കാണ് ഇപ്പൊ ഈ ലിസ്റ്റുകളെ കുറിച്ച് ചോദിക്കുന്നത്, ഈ ഭാഗങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ PYQ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുത്തിട്ട് പഠിക്കാം, എന്താണ് ലിസ്റ്റ്. അപ്പൊ ആ ഭാഗം ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? ലിസ്റ്റ് എന്താ, ലിസ്റ്റിന്റെ അനുച്ഛേദം എന്താ, ഇതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ ലിസ്റ്റിൽ കൂടുതലായിട്ട് ചോദിക്കുന്നത് അതിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് പിന്നെ ചോദിക്കുക. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം എന്താ കംപ്ലീറ്റ് ആയി. പിന്നത്തെ വരുന്ന PYQ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് PYQ പഠിച്ചുകൊണ്ട്. അല്ലാണ്ട് വെറുതെ ഇന്ത്യൻ ഭരണ 7ാം പട്ടിക ഇന്ത്യയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇങ്ങനെ മാത്രം പഠിച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ പഠിക്കുള്ളൂ. കുറച്ച് റിലേറ്റഡ് ഫാക്ടറും കൂടി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് വിദ്യാഭ്യാസപരം, അതായത് താഴെ തന്നിരിക്കുന്നതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളതിൽ പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മൗലിക അവകാശം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലെങ്ത് കൂടും, ആൾക്കാർക്ക് ബോറടിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്ത് പോവാം ആ ഒരു സെക്ഷനും കൂടി. ഓക്കെ, പിന്നെ അപ്പൊ ഇതിൽ 2 ഹോട്ട് ടോപ്പിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഭാഗങ്ങൾ, പട്ടികകൾ, അനുച്ഛേദങ്ങൾ, ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പഠിക്കണം. മനസ്സിലായി? ഇങ്ങനെ ഓരോ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ മനസ്സിലായോ ഇന്ന് ക്ലാസ് എടുത്തത്? ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് ഷോർട്ട് നോട്ട് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് എന്താണ് ആ ഭാഗം നോക്കണ്ട. ഓക്കെ അല്ലേ? ബൈ.